ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് ഞങ്ങളുടെ വർക്കിൻ്റെ സംബന്ധമായിട്ട് ഞങ്ങൾ ഫുജേറിയയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. ഞാനിതിന് മുന്നേ ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫുജേറിയയിൽ പോകുന്നതും വീഡിയോയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനകത്ത് വേറൊരു കാര്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതെന്ന് വെച്ച് വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ടണലാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു 1.5-2 കിലോമീറ്ററോളമുള്ളൊരു വലിയൊരു ടണലാണ് നമ്മൾ കാണിച്ചത്. അത് പാറക്കെട്ടുകളുടെ ഉള്ളിൽ കൂടെയാണ് ആ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഫുജേറിയയിൽ വന്ന സമയത്ത് ഈ ടണലേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നിട്ട് ഞാൻ ടണൽ കണ്ടില്ല. കാരണം 2 റൂട്ടുണ്ട് ഈ ഫുജേറിയയിലേക്ക് പോകാനായിട്ട്. ആ 2 റൂട്ട് ഇപ്പോൾ ഈ വഴി കൂടെ ഞങ്ങൾക്കിപ്പോൾ പോകാനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആശാനോട് ഒരു ആഗ്രഹം പറഞ്ഞാണ്, ആശാനെ നമുക്ക് ആ ടണലിൻ്റെ അതിൽ കൂടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആശാൻ എന്നോട് പറഞ്ഞാണ് എന്നാൽ നമുക്ക് പോകാമെന്നുള്ളൊരു പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ടണൽ വഴി. 5 ടണലാണുള്ളത്. ഇപ്പോൾ ടണലിൻ്റെ ഇത് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 1.5-2 കിലോമീറ്ററുള്ള വലിയൊരു ടണൽ. നല്ല മനോഹരമാണ് ഈ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഈ ടണൽ പോയേക്കുന്നത് കാണാനായിട്ട്. അത്യാവശ്യം വലിയൊരു ടണലാണത്. ഞങ്ങൾ മിക്കപ്പോഴും ഈ റൂട്ടല്ല ഞങ്ങൾ വരുന്നത്, വേറെ റൂട്ട് വഴിയാണ് വരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ആശാനോട് പറഞ്ഞപ്പോൾ ആശാൻ കൊണ്ടുവന്ന് കാണിച്ചെന്നൊരു മനോഹരമായൊരു സ്ഥലമാണ്. ഇതുപോലത്തെ 5 ടണലുണ്ട്. ഇത് ഇത്തിരി ലോങ് ആയിട്ടുള്ള ടണലാണ്. വർക്കിൻ്റെ സമയത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ഗൈസ് ഈ ടണൽ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. ഈ ഫുജേറ ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലാണ് ഇവിടെ ഉള്ളത്. ഞാൻ വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഫുജേറ ഏരിയയിലെ കാഴ്ചകളൊക്കെ.